അവിടെ ഗോഡെന്ന് മാത്രം എഴുതി വെക്കുന്ന ഒരു സ്വപ്നം എൻ്റെ ഡയറിയെ കിടപ്പുണ്ട്. കണ്ടതാണ്. അതായത് എഴുതി വെക്കുന്നു, കുരിശൊന്നുമില്ല. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഈ ക്രിസ്തുവിനെ എല്ലാവർക്കും അറിയാൻ ഭയങ്കര ട്രാൻസെൻഡൻ്റായിട്ടുള്ള ഒരു ഭയങ്കര മാഗ്നിഫിഷ്യൻ്റ് കത്തീഡ്രൽ പോലെയൊക്കെ ഉള്ള ദേവാലയങ്ങൾ ഉണ്ടാക്കിയാൽ അവിടെ അത് നമ്മൾ എല്ലാവർക്കും ആണെന്ന് പറഞ്ഞാലും ആ പള്ളിയുടെ ഭാഷ എല്ലാവർക്കും ഉള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ അത് സോ കോൾഡ് ആ വിശ്വാസത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളവരായിട്ട് ആണ് സാധാരണ തോന്നുന്നത്. കൃപാസനത്തെക്കറിയാൻ അങ്ങനെ തോന്നത്തില്ല. ഇവിടെ വെന്തും നീറി തകർന്ന് തരിപ്പണമായി വരുന്ന മനുഷ്യരാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് അവർക്ക് ദൈവത്തിനെ അനുഭവിക്കാൻ, പ്രത്യേകിച്ച് ഇവിടുത്തെ ദൈവാനുഭവമൊക്കെ അമ്മ ത്രൂ ആണ്. ആദ്യം അമ്മയെ പരിചയപ്പെടും. അമ്മയെ പരിചയപ്പെടുമ്പോൾ തന്നെ ശരിയാകും ആൾ. അതൊരു അമ്മയാണ് ഈശോനെ. ഞങ്ങളാരും കൂടുതലായിട്ട് നിങ്ങളുടെയൊക്കെ ഒന്ന് വിശ്വാസ കാര്യങ്ങൾ പറയാറില്ലല്ലോ, ഒന്നും പറയാറില്ല. പഠിപ്പിക്കലും കുറവാണ്. എന്താ കാര്യം? ഞങ്ങളെപ്പോഴും ചിന്തിക്കുന്നത്, നിങ്ങൾക്ക് ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ താനേ ദൈവത്തെ അന്വേഷിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചോറുണ്ടാക്കി ഉരുട്ടി ഉണ്ടാക്കി വായി വെച്ചൊന്നും തരണില്ല. ഞാനിവിടെ നിന്ന് അരിയൊക്കെ തരും, നിങ്ങൾ പാകം ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അതാണ് വിഷയം. അതാണ്. അപ്പോൾ അത് ആരെയും നിർബന്ധിക്കുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. എൻ്റെ സംബന്ധിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വിഷയം കണ്ണീരാണ്. ഞാനിവിടെ കൈകാര്യം ചെയ്യുന്ന കണ്ണീരെന്നുള്ളൊരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. കണ്ണീര് ആർക്കുണ്ട്, അവന് കർത്താവിനെ കാണാനുള്ള എളുപ്പവഴി ഉണ്ടാകണം. കണ്ണീര് ഇവിടെ കൃപാസനത്തിൻ്റെ ഒരു രീതി അതാണ്. കണ്ണീര് ആർക്കും വരാം, ഏത് സമയത്തും വരാം. കണ്ണീര് ആർക്കുണ്ട്, ഇമ്മീഡിയറ്റ് ഹെൽപ്പ് വേണം. ആ ഇമ്മീഡിയറ്റ് ഹെൽപ്പിനെ നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ അമ്മ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളുടെ പാപാവസ്ഥയോ പണ്ടത്തെ കാലമോ നമ്മുടെ പേരിലുള്ള ക്രിമിനൽ കേസുകളോ അല്ലെങ്കിൽ നിങ്ങൾ നീരെടുക്കത്തുള്ളൂ. നിനക്ക് കണ്ണീരുണ്ടെങ്കിൽ ആ കണ്ണീരിന് ഇവിടെ സമാധാനമുണ്ട്. മൂന്നാമത്തെ സാന്നിധ്യമില്ലേ? മൂന്നാമത്തെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണത്? പിതാക്കന്മാർ മരുഭൂമി വെച്ച് മന്ന ഭക്ഷിച്ചു, അതുപോലെ അല്ല ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരം തന്നെയാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്ന എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ ജീവൻ നൽകുന്ന കർത്താവിൻ്റെ തനി സാന്നിധ്യം പരിശുദ്ധ കുർബാനയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള പള്ളികൾ വെക്കുന്നത്. ഓരോ പള്ളിക്ക് ഇപ്പോൾ 2 കോടി 8 കോടിയൊക്കെ വിലയല്ലേ? എന്തുകൊണ്ടാണ്? എനിക്ക് അതുകൊണ്ട് ഞാൻ 80 കോടി പള്ളിയും വെക്കും. അതിൻ്റെ കാര്യം എനിക്ക് പരിശുദ്ധ കുർബാന എന്താണെന്ന് അറിയാം. അതാണ് വിഷയം. എന്താ കാര്യം? ഒരു സ്വർഗമാണ് നമ്മൾ സൃഷ്ടിക്കുന്നത്. സ്വർഗത്തിലുള്ള ആൾ നമ്മൾക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടി അതിൻ്റെ വില നൽകി പാപത്തിന് പരിഹാരം ചെയ്ത് ദേവപിതാവിന് മഹത്വപൂർണ്ണമായി ഉയർത്തി നിൽക്കുമ്പോൾ അവൻ്റെ മഹത്വപൂർണ്ണമായ സ്വർഗീയ തനി സാന്നിധ്യം എവിടെയുണ്ടോ അതിന് ഏത് 80 കോടിക്ക് എന്ത് വില? അതിനേക്കാൾ എന്തുമാത്രം മുടക്കാൻ പറ്റും? അത്രയും വലിയ ദേവാലയങ്ങളെ കർത്താവിന് വേണ്ടി ഭൂമിയിൽ ചെയ്യണം. അതാണ് കത്തോലിക്ക പള്ളികളുടെ ഒരു പ്രത്യേകത. ഓർത്തഡോക്സ് പള്ളി അങ്ങനെ, അപ്പോസ്തലിക പള്ളികളെല്ലാം അങ്ങനെയാണ്. എന്താണ്? ശരിക്കും കാശ് മുടക്കി വളരെ മാഗ്നിഫിഷ്യൻ്റായിട്ട് ചെയ്യും. എന്താ കാര്യം? അവിടെ വസിക്കുന്നവൻ്റെ വിലയുടെ മുമ്പിൽ ഈ കാണിക്കുന്ന പള്ളിയുടെ വില ഒന്നുമല്ല. വിലമതിക്കാനാവാത്ത ദൈവത്തിൻ്റെ തനി സാന്നിധ്യം, ഇമ്മാനുവേൽ, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ. ആ സാന്നിധ്യത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെടുകയും ആരാധനയുടെ ഉറവയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ അവലംബവും വരണത്. കൈയടിച്ച് ശ്രുതികട ഹല്ലേലൂയ. എന്നെ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും